എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വിശ്വാസം യുക്തി അന്വേഷിക്കുന്നു. 158 വിശ്വാസം യുക്തി അന്വേഷിക്കുന്നു. അതാണ് നമുക്കുണ്ടാകേണ്ട വലിയൊരു ബോധ്യമാണ് നമ്മളിപ്പോൾ പോപ്പ് ബെനഡിക്റ്റ് പിതാവിൽ നിന്നും മനസ്സിലാക്കുന്നത്. നമ്മളുടെ യുക്തിയിലൂടെ മനസ്സിലാക്കണം. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അത് ഒരു ധാർമ്മികമായ തിരഞ്ഞെടുപ്പിൻ്റെയോ ഉന്നതമായ ആശയത്തിൻ്റെയോ ഫലമല്ല, മറിച്ച് ജീവിതത്തിന് ഒരു പുതിയ ചക്രവാളവും നിർണായക ദിശയും നൽകുന്ന ഒരു സംഭവവുമായി. അതാണ് രക്ഷാകര സംഭവം. ഒരു വ്യക്തിയുമായി. ആരാണത്? കർത്താവ് ഈശോ മിശിഹ. ആ വ്യക്തിയുമായുള്ള കണ്ടുമുട്ടലാണ്. ദൈവമേ! അപ്പോൾ നമ്മൾ വിശ്വാസം യുക്തി അന്വേഷിക്കുന്നു. നമ്മുടെ വിശ്വാസം വളരുന്നതിൻ്റെ വലിയ ഒരു ദിശയാണ് ഇവിടെ. നമ്മൾ എന്തെങ്കിലും വിശ്വാസത്തിൻ്റെ ചില കാര്യങ്ങളിൽ അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കുന്നതിലൂടെ അല്ല, അതിനെ ചിന്തയ്ക്ക് വിധേയമാക്കണം. അതാണ്, ചിന്തിക്കണം. നമ്മളതിനെക്കുറിച്ച് വിശുദ്ധ അഗസ്തീനോസ് പിതാവിൻ്റെ ഒരു പ്രമേയം കേട്ടായിരുന്നു. എവരി ബിലീവർ ഈസ് എ തിങ്കർ. നമ്മൾ വിശ്വാസത്തിൽ വളരുമ്പോൾ നമ്മളുടെ ചിന്തയും വളരണം. ഞങ്ങളുടെ വിചാരങ്ങൾ ഉന്നതങ്ങളിലേക്ക് ഉയർത്തണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമ്മളും നമുക്ക് ചുറ്റുമുള്ള ലോകവും വളരെ സയൻറ്റിഫിക് അല്ലെങ്കിൽ ജ്ഞാനത്തിൽ അല്ലെങ്കിൽ ഇൻ്റലക്ച്വലായിട്ടെല്ലാം വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എന്ന പോലെ തന്നെ വിശ്വാസത്തിലും ഒരു ഇൻ്റലക്ച്വൽ ഗ്രോത്ത് ആവശ്യമാണ്. വിശ്വാസം യുക്തി അന്വേഷിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ വളരാൻ ഉള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസം യുക്തി അന്വേഷിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവൻ ദൈവത്തെ കൂടുതൽ അറിയുന്നതിനും അവിടുന്ന് വെളിപ്പെടുത്തിയ സത്യങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും ആഗ്രഹിക്കുക സ്വാഭാവികമാണ്. ഇപ്പോൾ ഈ ചാക്രിക ലേഖനം തന്നെ പോപ്പ് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെ ആദ്യത്തെ ചാക്രിക ലേഖനമാണ്. എന്താണ്? ദൈവം സ്നേഹമാകുന്നു. പോപ്പ് ജോൺ പോൾ II ആദ്യകാല ചാക്രിക ലേഖനങ്ങളിലൊന്നാണ് ദൈവം കരുണയാകുന്നു. പോപ്പ് ബെനഡിക്റ്റ് കഴിഞ്ഞിട്ട് പോപ്പ് ഫ്രാൻസിസ് വന്നിട്ടും പോപ്പ് ഫ്രാൻസിസ് ഇത് തന്നെയാണ് പറഞ്ഞത്, ദൈവം കരുണയാകുന്നു. കേട്ടോ? അപ്പോൾ ഇത്രയും വർഷം, അതായത് 1978 ജോൺ പോൾ II മാർപ്പാപ്പ സ്ഥാനമേറ്റത്. ആ 78 മുതൽ 80 കൂട്ടിക്കോ, 80, 90, 100, 110, 120, 40 ദശാബ്ദം. ഈ 40ഓളം വർഷമായിട്ട് സഭയിൽ ഈ 3 മാർപ്പാപ്പമാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരേ ആശയം തന്നെയാണ്. ദൈവം ദേവൂസ് മെസറിക്കോർഡിയ എന്നാണ് ജോൺ പോൾ II മാർപ്പാപ്പയുടെ ഒരു ചാക്രിക ലേഖനം ആദ്യകാലത്ത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ എഴുതി. അതിൻ്റെ കൃത്യമായ തുടർച്ചയാണ് പോപ്പ് ബെനഡിക്റ്റ് ആദ്യം എഴുതിയത്, ദൈവം സ്നേഹമാകുന്നു. അത് 3 ചാക്രിക ലേഖനങ്ങളുടെ ഒരു സീരീസാണ്. സ്നേഹം, പ്രത്യാശ, വിശ്വാസം. ആ വിശ്വാസം എന്ന ചാക്രിക ലേഖനം കംപ്ലീറ്റ് ആക്കിയത് പോപ്പ് ഫ്രാൻസിസാണ്. പോപ്പ് ഫ്രാൻസിസ് വന്നിട്ട് അദ്ദേഹം ഇതേ തരംഗമാണ് തുടർച്ചയായിട്ട് വന്നത്, ദൈവം കരുണയാകും. അപ്പോൾ ഞാനിത് പറയുന്നത്, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവൻ ദൈവത്തെ കൂടുതൽ അറിയുന്നതിനുള്ള വ്യവസ്ഥിതികൾ നമുക്ക് ഉണ്ട് നമ്മുടെ കയ്യിൽ.
ഈ ഒരു ചാക്രിക ലേഖനം, ഈ 3 പിതാക്കന്മാരുടെ ഓരോ ചാക്രിക ലേഖനമെങ്കിലും നമ്മൾ വായിക്കേണ്ടതല്ലേ? നമുക്ക് ദൈവം തന്നിരിക്കുന്ന വലിയ നിധിയല്ലേ ഈ മാർപ്പാപ്പമാരെല്ലാം. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവൻ ദൈവത്തെ കൂടുതൽ അറിയുന്നതിന്, അപ്പോൾ ദൈവം സ്നേഹമാകുന്നു എന്ന് ഒറ്റ വാക്കിൽ നമുക്കെല്ലാം അറിയാം. പിന്നെ എന്താ ഇത്രയും വലിയൊരു ചാക്രിക ലേഖനം അതിനെക്കുറിച്ച് എഴുതേണ്ട ആവശ്യം? ഒരു വലിയ ചാക്രിക ലേഖനം തന്നെ. അപ്പോൾ ആ ദൈവം സ്നേഹമാകുന്നു എന്ന ആ വലിയ രഹസ്യത്തെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഡൊമിനം വിഫിക്കാൻഡത്തിൽ പറയുന്നതാണ്. ദൈവം സ്നേഹമാകുന്നു എന്നാൽ അതൊരു അൺക്രിയേറ്റഡ് ലവ് ആണ്. അത് ദൈവം ഉണ്ടാക്കിയ സ്നേഹമല്ല. ഇറ്റ് ഈസ് അൺക്രിയേറ്റഡ് ലവ്. ദൈവം സൃഷ്ടിക്കപ്പെടാത്ത സ്നേഹമാണ് അൺക്രിയേറ്റഡ് ലവ്. ഡൊമിനം വിഫിക്കാൻഡം 10ാമത്തെ ഇതിൽ ഞാൻ പല പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണ്. 10ാമത്തെ ഇതിൽ തൻ്റെ ആന്തരിക ജീവിതത്തിൽ ദൈവം സ്നേഹമാകുന്നു. 3 ദൈവിക വ്യക്തികളും പങ്കുവയ്ക്കുന്ന സത്താപരമായ സ്നേഹം തന്നെ. പിതാവിൻ്റെയും പുത്രൻ്റെയും ആത്മാവ് എന്ന നിലയിൽ പരിശുദ്ധാത്മാവാണ് വ്യക്തിപരമായ സ്നേഹം. അതുകൊണ്ട് സൃഷ്ടിക്കപ്പെടാത്ത സ്നേഹദാനമെന്ന നിലയിൽ അവിടുന്ന് തൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. സൃഷ്ടിക്കപ്പെടാത്ത സ്നേഹദാനം എന്ന നിലയിൽ, സൃഷ്ടിക്കപ്പെടാത്ത ഡൊമിനം വിഫിക്കാൻഡം 10, കർത്താവും ജീവദാതാവും, സൃഷ്ടിക്കപ്പെടാത്ത സ്നേഹം. അപ്പോൾ ഞാനിത് പറയാൻ കാരണം ഇവിടെ പറയുകയാണ്, നമ്മൾ വിശ്വസിക്കുന്നു ദൈവത്തിൽ. എന്താ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ദൈവം സ്നേഹമാകുന്നു. ഇനി അത് നമ്മുടെ യുക്തി അന്വേഷിക്കണം. അതെന്താ ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? അതെങ്ങനെയാണ് ആരംഭിക്കുന്നത്? ദൈവം സ്നേഹം ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്, സൃഷ്ടിക്കപ്പെടാത്ത സ്നേഹം. അതായത് ദൈവം സൃഷ്ടാവെന്നുള്ള നിലയിൽ തന്നെ സ്നേഹമാകുന്നു. ആ സ്നേഹം പിതാവ്, പുത്രനും പരിശുദ്ധാത്മാവും, ഈ 3 വ്യക്തികൾ തമ്മിൽ സ്നേഹത്തിൽ ഒന്നായിരിക്കുന്ന ആ സ്നേഹം നമ്മളിലേക്ക് ഒഴുക്കിയിരിക്കുന്നു ഒരു മകൾ എന്നുള്ള നിലയിൽ. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ പറയുകയാണ്, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവൻ ദൈവത്തെ കൂടുതൽ അറിയുന്നതിനും അവിടുന്ന് വെളിപ്പെടുത്തിയ സത്യങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും ആഗ്രഹിക്കുക സ്വാഭാവികമാണ്. ഈ സ്വാഭാവികത നമ്മളിലുണ്ടോ? ദൈവം സ്നേഹമാണ്. പിന്നെ ദൈവം എന്നെ സ്നേഹിക്കും, ഞാൻ ഈ പാപിയും ബലഹീനയും, എൻ്റെ ഇത്രയും പാപിയായ എന്നെ ദൈവം സ്നേഹിക്കും? ഇല്ല, എന്നെ ദൈവം സ്നേഹിക്കില്ല. ഒരുപാട് പേരുടെ ചിന്ത, ഇത്രയും പാപിയായ നമ്മളെ അകത്ത് എങ്ങനെ ദൈവം വസിക്കണേ? പാപിയിൽ ദൈവം വസിക്കുമോ? കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ എന്ത് മനസ്സിലാക്കി? ഇപ്പോൾ വന്നൊരാശയമാണ്. പലരും പറയാണ്, എൻ്റെ ബ്രദറെ ഇത്രയും വലിയ പാപി വേറെ ഇല്ല, അതുകൊണ്ട് എന്നെ ദൈവത്തിന് ഒട്ടും ഇഷ്ടമില്ലാതെ എനിക്കറിയാം. കണ്ടോ, എൻ്റെ ഒരു കാര്യം നടക്കുന്നില്ല. എന്താണ് എൻ്റെ ബ്ലോക്ക് എന്നൊന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞേ ബ്രദറെ. ഞാൻ ആദ്യം പറഞ്ഞത്, നിനക്കൊരു ബ്ലോക്ക് ഉണ്ടെന്ന് നീ ചിന്തിക്കണത് തന്നെയാണ് നിൻ്റെ ബ്ലോക്ക്. കാരണം ദൈവത്തിന് എന്തെങ്കിലും ബ്ലോക്കാക്കാൻ പറ്റുമോ? അങ്ങയുടെ വെള്ളച്ചാട്ടങ്ങളുടെ ഇരമ്പൽ കൊണ്ട് ആഴത്തെ വിളിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം ഈ ഇടുക്കി ഡാം തുറന്നു വിട്ടാലുള്ള വെള്ളച്ചാട്ടം പോലെയാണ്. അതിനെ തടസ്സപ്പെടുത്താൻ എന്തെങ്കിലും ശക്തിക്കോ പാപത്തിനോ പിശാചിനോ പറ്റുമോ? നമ്മൾ ബന്ധനം എന്ന് പറഞ്ഞ് വെറുതെ ബഹളം ഉണ്ടാക്കിയല്ലേ. നമ്മുടെ ഉള്ളിൽ ആരാ വസിക്കണേ? എന്നെ സൃഷ്ടിച്ച ദൈവം തന്നെ എൻ്റെ അകത്ത് വസിക്കുകയാണ്. എന്നിട്ട് ആ ദൈവത്തിനെ തടസ്സപ്പെടുത്താൻ പറ്റുമെന്നോ?
കണ്ടോ, യുക്തിയാണത്. ഇവിടെയാണ് യുക്തി. യുക്തി ചിന്തിക്കണം. ചിന്തിക്കുമ്പോഴാണ് അയ്യോ, ദൈവം സ്നേഹം തന്നെയാണല്ലോ. ആ ദൈവം സ്നേഹം കൊണ്ടല്ലേ എന്നെ സൃഷ്ടിച്ചത് തന്നെ. എന്നെ സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ്? 295 301 മുന്നോട്ട്. ജ്ഞാനവും സ്നേഹം കൊണ്ട് ദൈവം സൃഷ്ടിക്കുന്നു. കണ്ടോ, തൻ്റെ ജ്ഞാനത്തിനനുസൃതമായി ദൈവം ലോകത്തെ സൃഷ്ടിച്ചുവെന്ന് നാം വിശ്വസിക്കുന്നു. കണ്ടോ, നമ്മളതൊക്കെ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നത്. ലോകം ഏതെങ്കിലും തരത്തിലുള്ള നിർബന്ധത്താൽ സൃഷ്ടിക്കപ്പെട്ടതല്ല, എതിർച്ഛയാ ഭവിച്ചതുമല്ല, അന്ധമായ വിധിയുടെ ഫലവുമല്ല. ദൈവത്തിൻ്റെ സ്വതന്ത്രേച്ഛയിൽ നിന്ന് ഉദ്ഭവിക്കുന്നതാണ് ലോകമെന്ന് നാം വിശ്വസിക്കുന്നു. അടുത്തത് കേട്ടോ, തൻ്റെ സത്തയിലും ജ്ഞാനത്തിലും നന്മയിലും സൃഷ്ടികളെ ഭാഗവാക്കുകളാകാൻ ദൈവം തീരുമാനിച്ചായി. കണ്ടോ, അപ്പം നമ്മൾ മനുഷ്യനാകുന്ന സൃഷ്ടിയെ തൻ്റെ സത്തയിലും തൻ്റെ ജ്ഞാനത്തിലും തൻ്റെ നന്മയിലും, തൻ്റെ സത്തയിൽ ദൈവം സ്നേഹമാകുന്നു, ദൈവജ്ഞാനമാകുന്നു, ദൈവം നന്മയാകുന്നു. ആ സത്തയിൽ നമ്മളെ ഭാഗവാക്കുകളാകാൻ സൃഷ്ടിച്ചപ്പോഴേ തന്നെ ദൈവം നമ്മളെ സൃഷ്ടിച്ചു. അപ്പോൾ ഇത് യുക്തിപൂർവം എന്താണ് നമ്മളെക്കുറിച്ചുള്ള. അപ്പോൾ നമ്മൾക്ക് ദൈവാനുഭവം ഉണ്ടാകണമെങ്കിൽ ഈ അടിസ്ഥാന രഹസ്യം നമ്മൾ മനസ്സിലാക്കണ്ടേ. ദൈവം സ്നേഹമാകുന്നു. നമ്മളിത് ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. നമ്മളെല്ലാ ധ്യാനത്തിൽ ചെന്നാൽ ആദ്യത്തെ ടോക്ക് ദൈവസ്നേഹത്തെക്കുറിച്ച് തന്നെ. എന്നിട്ട് അവിടെ നമ്മൾ കേൾക്കുന്നുണ്ട് ദൈവത്തിൻ്റെ സ്നേഹം അനന്തമാണ്, ദൈവത്തിൻ്റെ സ്നേഹം വ്യവസ്ഥയില്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ നീ ഏതവസ്ഥയിലാണെങ്കിലും ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ഇതൊക്കെയാണെങ്കിലും ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഇത്രയും ബലഹീനനായ എന്നെ ദൈവം സ്നേഹിക്കുന്നു. എനിക്കാണെങ്കിൽ തൊട്ടാൽ ദേഷ്യം വരും, എനിക്കാണെങ്കിൽ ആ ബലഹീനത, ഈ ബലഹീന. ഇവിടെയാണ് യുക്തി. നമ്മുടെ യുക്തിയിലൂടെ, ബോധ്യത്തിലൂടെ മനസ്സിലാക്കണം ദൈവം നമ്മളെ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുന്നു. നമ്മൾ വിശുദ്ധനായി കഴിഞ്ഞിട്ടല്ല ദൈവം സ്നേഹിക്കുന്നത്. പാപിയായ നമ്മളെ സ്നേഹിച്ച് വിശുദ്ധനാക്കുകയാണ് നമ്മളെ. നമ്മൾ പാപിയായിരിക്കെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. എവിടെയാണ് എഴുതിയേക്കണത്? 1-2 വചനങ്ങൾ ഇപ്പോൾ വരികയാണ്. റോമർ 5:6, യോഹന്നാൻ 1 യോഹന്നാൻ 4:10, 9, 19 ഇതെല്ലാം പറയുന്നത് ദൈവം ആദ്യം നമ്മളെ സ്നേഹിച്ചു. ഓക്കെ, അപ്പോൾ ടോക്ക് സ്നേഹത്തിലേക്ക് പോയിപ്പോൾ. അപ്പോൾ അത് ഈ അവിടെ നിന്ന് വെളിപ്പെടുത്തിയ സത്യങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും ആഗ്രഹിക്കുക സ്വാഭാവികമാണ്. ഈ സ്വാഭാവികത നമ്മളിലുണ്ടോ, അതോ നമ്മൾ ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന്, പിന്നെ അതൊക്കെ ആർക്ക് പഠിക്കാനാവും ഇപ്പോൾ എന്നും പറഞ്ഞ് അങ്ങോട്ട് വെറുതെ ഇരുന്നാൽ പോരാ. ഈ വിശ്വാസം നമ്മളിൽ സ്വാഭാവികമായ ഒരു യുക്തി ഉണ്ടാക്കണം. സ്വാഭാവികമായ ഒരു യുക്തി സ്വാഭാവികമാണത്. അങ്ങനെ സ്വാഭാവികത ഇല്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ട്. വിശ്വാസത്തിൽ നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. അടുത്തത്, അതിൽ നിന്നും ദൈവത്തിൻ്റെ സ്നേഹം എത്രത്തോളം ഉണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മളോടുള്ള വിശ്വാസ വിഷയങ്ങളിൽ കൂടുതൽ ആഴമായ അറിവ് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ദൃഢതരമായ വിശ്വാസത്തിന് വഴിയൊരുക്കുന്നു. ഈ ദൃഢതരം, അപ്പോൾ വിശ്വാസത്തെ ദൃഢമാക്കണം എന്നൊരു കാര്യം പെട്ടെന്ന് ഓർക്കാൻ ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. വികാരിയച്ഛൻ വിളിച്ചു പറഞ്ഞു, നാളെ കുർബാനയോടനുബന്ധിച്ച് മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് കേട്ടോ, അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം കുർബാനയ്ക്ക് എന്നപ്പോൾ ഒരു അമ്മ ഒരു കൊടയും കുത്തിപ്പിടിച്ചുകൊണ്ട് പോകാൻ. ചെറുപ്പക്കാരൊക്കെ കളിയാക്കി, അമ്മ ഈ വേനൽക്കാലത്ത് കൊടയും കൊണ്ടുപോകേണ്ട എന്താവശ്യം. പക്ഷേ അമ്മ വിശ്വസിച്ചു.
അമ്മാമ്മയുടെ വിശ്വാസം ദൃഢമായിരുന്നു. എന്താ? നാളെ അച്ഛൻ കുർബാനയിൽ മഴ പെയ്യാൻ പ്രാർത്ഥിക്കും, മഴ പെയ്യും. അപ്പോൾ പള്ളിയിൽ നിന്ന് പോകാനായിട്ട് എന്ത് സംഭവിക്കും? പള്ളിയിൽ നിന്ന് പോകാൻ കൂടെ വേണം. കണ്ടോ, ഇതാണ് ദൃഢമായ വിശ്വാസം. അങ്ങനെയുള്ള കുറേ അമ്മാമ്മമാരാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഈ മലബാറിലേക്കൊക്കെ കുടിയേറി പാർത്ത ആളുകളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയോ. അന്നത്തെ കാലത്ത് അവിടെ വല്ല സൗകര്യം ഉണ്ടായിരുന്നു. പള്ളി ഉണ്ടായിരുന്നില്ല, പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നില്ല, ടെലിഫോൺ ബൂത്ത് ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. കട്ടാമ്പാറയും പിക്കാക്സും വെച്ചുകൊണ്ട് കൊത്തലോട് കൊത്ത് കഷ്ടപ്പെട്ട് ജോലി ചെയ്തു. പക്ഷെ അവർക്ക് ഒന്നുണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? വിശ്വാസം, ദൃഢമായ വിശ്വാസം. അപ്പോൾ ഈ നമ്മളെല്ലാവർക്കും ദൈവം തന്നിട്ടുള്ള വിശ്വാസത്തിനെ ദൃഢപ്പെടുത്താൻ നമ്മൾ കഷ്ടപ്പെടണം. ആ ദൃഢപ്പെടുത്തുന്നതിൻ്റെ ഒരു വശമാണിത്. ശ്രദ്ധിക്കണം. ദൃഢതരമായ വിശ്വാസത്തിന് വഴിയൊരുക്കുന്നു. ഇനി പറയാണ് സ്നേഹാഗ്നിയിൽ, സ്നേഹം കണ്ടോ, സ്നേഹം ഉപരി ജ്വലിക്കുന്നു. വിശ്വാസം, സ്നേഹം, വിശ്വാസം, പ്രത്യാശ, സ്നേഹം. വിശ്വാസവും സ്നേഹവും തമ്മിൽ വലിയ ബന്ധമാണ്. സ്നേഹാഗ്നിയിൽ ഉപരി ജ്വലിക്കുന്ന ഒരു വിശ്വാസമായി ഇത് ഭവിക്കുന്നു. ഇനി പറയുന്നത് വെളിപാടിൻ്റെ ജ്വലിപ്പിക്കുന്നു. ഒരു വിശ്വാസമായി ഉപരി ജ്വലിക്കുന്ന ഒരു വിശ്വാസമായി ഇത് ഭവിക്കുന്നു. വിശ്വാസത്തിൻ്റെ കൃപാവരം. വിശ്വാസം ഒരു ദാനമാണ്. കൃപാവരം ഹൃദയനേത്രങ്ങളെ, പ്രൈസ് ദ ലോർഡ്, ഹൃദയനേത്രങ്ങളെ വെളിപാടിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള സജീവമായ ബോധ്യത്തിലേക്ക് തുറക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തു എന്ന ആ ഒരു വ്യക്തിയിലൂടെ ദൈവവും മനുഷ്യനുമായ ആ യേശു ക്രിസ്തുവിലൂടെ ആണ് എല്ലാ വെളിപാടുകളും. വെളിപാട് ഇപ്പോൾ എന്തെങ്കിലും പുതിയതുണ്ടാവുന്ന ഒരിക്കലും വിചാരിക്കരുത്. യേശു ക്രിസ്തുവിലൂടെ ഉള്ള വെളിപാട് മാത്രമേ നമ്മൾ സ്വീകരിക്കാവൂ. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേര് പല പ്രൈവറ്റ് റെവലേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പല വെളിപാടുകളും പറയുന്നുണ്ട്. നമ്മൾ അതിലൊന്നും വീണു പോകരുത്. നമ്മൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലും സുവിശേഷത്തിൽ ഈശോ തന്നിരിക്കുന്ന വെളിപാടിൽ മാത്രം നോക്കുക. വെളിപാടിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള സജീവമായ ബോധ്യത്തിലേക്ക് തുറക്കുന്നു. അപ്പോൾ വെളിപാട് മനസ്സിലാക്കുന്നത് തന്നെ യുക്തി വേണം. യുക്തിയിലൂടെ വേണം മനസ്സിലാക്കാൻ. യുക്തി പ്രകാശിപ്പിച്ചാലേ വെളിപാട് മനസ്സിലാകുകയുള്ളൂ. യേശു ക്രിസ്തുവിലൂടെ എല്ലാ വെളിപാടും പൂർണ്ണമാണ്. 66 നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ക്രൈസ്തവ രക്ഷാ പദ്ധതി നവീനവും അന്തിമവുമായ ഉടമ്പടിയാകയാൽ ഒരിക്കലും റദ്ദാക്കപ്പെടുകയില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ പ്രത്യക്ഷപ്പെടലിന് മുൻപായി നാം ഇനി ഒരു പരസ്യ വെളിപാടും പ്രതീക്ഷിക്കേണ്ടതില്ല. ഇങ്ങനെ ഇരിക്കെ നമ്മൾ 4 വശത്തും കേൾക്കുന്നതെല്ലാം ഇപ്പോൾ ലോകം അവസാനിക്കും, ഇപ്പം അങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും, അവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, മാതാവ് അങ്ങനെ പറഞ്ഞു, അതവിടെ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുകയാണ്. ഇതിനെ ഒന്നും ചെവി കൊടുക്കരുത്. അതാണ് നമുക്കുണ്ടാകേണ്ട വിശ്വാസത്തിൻ്റെ ദൃഢത. യേശു ക്രിസ്തു എല്ലാ വെളിപാടിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളടക്കം അതാണ് കണ്ടന്റ് ഓഫ് റെവലേഷൻ. കണ്ടന്റ്, അതിൻ്റെ ഉള്ളടക്കം മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ഈ നാളികേരം പറിച്ചിട്ട് കഴിഞ്ഞിട്ട് അയാൾ കുറേ ഇങ്ങനെ തിരഞ്ഞു മാറ്റിയിടും. എന്താ അത്? പേടാണെന്ന് പറയും. പേട് കണ്ടാ ശരിക്കും നല്ല നാളികേരം പോലെ ഇരിക്കും. നമുക്കാകെ വിശ്വസിക്കാൻ പറ്റില്ല. എന്താ അത് കളയണത്?
ആ ഒന്ന് എടുത്ത് നോക്കിയ കയ്യിൽ സാറേ. എടുത്തു നോക്കുമ്പോഴാണ് ഈ 2 നാളികേരവും കയ്യിൽ എടുത്തു നോക്കുമ്പോൾ ഒന്നിനൊരു കനവുമില്ല. എന്താണ്? ഉള്ളടക്കമില്ല, കഴമ്പില്ല. അങ്ങനെ കഴമ്പില്ലാത്ത ക്രിസ്ത്യാനികളല്ല നമ്മൾ. ക്രിസ്തുവാകുന്ന ക്രിസ്തുവിൻ്റെ പൂർണ്ണതയുടെ ഉള്ളടക്കം നിറഞ്ഞ കഴമ്പുള്ള ക്രിസ്ത്യാനിയാകണം. നമ്മളെ ഒന്ന് തൂക്കി നോക്കിയാൽ മനസ്സിലാകും ഇവൻ്റെ അകത്ത് എന്തോരം കഴമ്പുണ്ടെന്ന്. ആ ഒരു സെൻറ്റൻസ് കേട്ടാൽ മനസ്സിലാവും. ഒരു കഴമ്പുള്ള ക്രിസ്ത്യാനി പറയുന്ന ഒരു സെൻറ്റൻസ് കേട്ടാൽ നമുക്ക് മനസ്സിലാകും അവൻ്റെ അകത്ത് എന്തോരം കഴമ്പുണ്ടെന്ന് മനസ്സിലാവും. അത് ആ ഉള്ളടക്കത്തിൽ മാത്രമല്ല, ആ ശബ്ദത്തിൽ അടങ്ങിയിരിക്കുന്ന ആത്മീയ പ്രസരണത്തിൽ നിന്ന് മനസ്സിലാവും. ആ ശബ്ദം കേട്ടാൽ മനസ്സിലാവും നമുക്ക്. ആ ശബ്ദം കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇത് കഴമ്പുണ്ടല്ലോ, വിശ്വാസത്തിൻ്റെ കഴമ്പുള്ള ഒരാളാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ദൃഢതരമായ വിശ്വാസത്തിന് വഴിയൊരുക്കുന്നു. ഓക്കെ, വെളിപാടിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള അഭിനയാണ് നമ്മൾ ശരിക്കും പഠിക്കേണ്ടത്. നമ്മൾ ഇന്നലെ സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി ചില കാര്യങ്ങൾ പ്രാർത്ഥനയെക്കുറിച്ച്. കണ്ടോ, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും വിചാരിക്കണം ഞാൻ പ്രാർത്ഥിക്കണം, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കണം, അങ്ങനെ പ്രാർത്ഥിക്കണം. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാളൊക്കെ വലിയ പ്രാർത്ഥനക്കാരനുണ്ട്. അതാരാ? കർത്താവ് ശോഭിച്ചത് തന്നെ. എന്തുകൊണ്ടാ? നിത്യപുരോഹിതനായ യേശുവേ. കണ്ടോ, ആരാണ് നിത്യപുരോഹിതൻ? ഈശോ. ആരാണ്? നിത്യപുരോഹിതനാണ്. ആ പുരോഹിതന് വേറെ വല്ല ജോലിയുണ്ടോ? ആ പുരോഹിതൻ വേറെ ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ല. ആ പുരോഹിതൻ എന്തു ചെയ്യുന്നു? പിതാവിൻ്റെ വലതു ഭാഗത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പിതാവേ, നോക്കിയേ, ഞാൻ ഇവർക്ക് വേണ്ടി പീഡ സഹിച്ചു. മാർപ്പാപ്പ പറയുന്നതാണ്. മാർപ്പാപ്പ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രാവശ്യമൊന്നുമല്ല, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഈശോ പിതാവിൻ്റെ അടുത്ത് ഇരുന്ന് എന്താ പ്രാർത്ഥിക്കണേ, എങ്ങനെയാണ് പ്രാർത്ഥിക്കണം നിങ്ങൾക്കറിയോ? ഞാൻ പറഞ്ഞു തരാം. ഈശോ തൻ്റെ മുറിവുകളെല്ലാം പിതാവിനെ കാണിച്ചു കൊടുക്കുകയാണ്. കണ്ട പിതാവേ, ഈ എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ സഹിച്ച ഈ മുറിവുകളോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവേ, കരുണയായിരിക്കണേ, അവരെ അനുഗ്രഹിക്കണേ, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി. ഇനി തുടർന്ന് നമ്മൾ പഠിക്കുന്നത് വെളിപാടിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള സജീവമായ ബോധ്യത്തിലേക്ക് തുറക്കുന്നു. ഇതൊക്കെ എങ്ങനെ നമുക്ക് മനസ്സിലാവും? ശരിക്ക് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലേ ഇത് മനസ്സിലാവുകയുള്ളൂ. അതോടൊപ്പം ഈ പ്രബോധനങ്ങൾ നമ്മൾ മനസ്സിരുത്തി പഠിക്കണം. ഇത് മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് അവിടെ അടച്ചു വെച്ചുകൊണ്ട് കാര്യമില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കണം. ഇത് വായിച്ചിട്ട് കുറച്ച് നേരം ചുമ്മാ ഇരുന്നിട്ട് അതെന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ഈശോയെ, എനിക്ക് മനസ്സിലാവുന്നില്ല. പരിശുദ്ധാത്മാവെ, എനിക്ക് മനസ്സിലാവുന്നില്ല. അതാണ് ആ ഷണ്ടൻ വായിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ അവിടെ കൊണ്ടുവെത്തും. ഫിലിപ്പോസ് രഥത്തിൻ്റെ അകത്ത് അടുത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായത് എന്തിനാണ് അവിടെ കൊണ്ടുവന്നതെന്ന്. ഒരാൾ യേശയ്യായുടെ പ്രവചനം ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കുന്നു. അവൻ്റെ മുറിവുകളാൽ അവൻ്റെ എന്താണ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ എല്ലാവരും ആടുകളെ പോലെ വഴിതെറ്റി പോയി, അവൻ്റെ അതിക്രമങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദിച്ചു, ഇതെന്താ നീ വായിക്കണമെന്ന് മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെ മനസ്സിലാകാനാ? ആരെങ്കിലും ഒന്ന് വ്യാഖ്യാനിച്ച് തരുന്നില്ലെങ്കിൽ കേട്ടോ. അപ്പോൾ വ്യാഖ്യാനിക്കാൻ ആൾ വേണം, അത് മനസ്സിലാക്കണം. അപ്പോൾ അത് പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ ആ ഷണ്ഡൻ ഇങ്ങനെ വായിച്ചുകൊണ്ട് മനസ്സിലാകാതെ വായിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കിയ പരിശുദ്ധാത്മാവ് വെളുപ്പം കാലത്ത് ഒരാളെ അടുത്തുകൊണ്ട് എത്തിക്കുന്നതാണ് എന്ന പോലെയാണ് നമ്മളെല്ലാവരും.
വെളുപ്പാങ്കാലത്ത് നമ്മളെല്ലാവരും ഈ പുസ്തകം തുറന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് ഇത് മനസ്സിലാക്കാൻ. അങ്ങനെ തന്നെ വേണം. ഇത് മനസ്സിലാകണം. ഇത് മനസ്സിലാക്കാൻ എഴുതിയവൻ തന്നെ, പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ സഹായിക്കും. ഓക്കെ, വെളിപാടിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള സജീവമായ ബോധ്യത്തിലേക്ക് തുറക്കുന്നു. വെളിപാടിൻ്റെ ഉള്ളടക്കം അടുത്ത 2 സെൻറ്റൻസിൽ അത് പറയുന്നുണ്ട് കേട്ടോ. അതായത് മുഴുവൻ ദൈവിക പദ്ധതിയെക്കുറിച്ചും നമ്പർ 1 നമ്മൾ മനസ്സിലാക്കണം. മുഴുവൻ ദൈവിക പദ്ധതിയെക്കുറിച്ചും വിശ്വാസ രഹസ്യങ്ങളെക്കുറിച്ചും പ്രസ്തുത രഹസ്യങ്ങൾക്ക് പരസ്പരം ആവിഷ്കൃത സത്യത്തിൻ്റെ കേന്ദ്രവുമായ മിശിഹായോടുള്ള ബന്ധത്തെക്കുറിച്ചും ഉള്ള സജീവ ബോധ്യത്തിലേക്ക് ഹൃദയനേത്രങ്ങളെ തുറക്കുന്നു. എന്തെല്ലാമാണ്? ആദ്യമായത്, ഒന്ന്, വെളിപാടിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള സജീവ ബോധ്യത്തിലേക്ക് തുറക്കുന്നു. അതായത് എന്ന് പറഞ്ഞിട്ട് അതിനെ വിവരിക്കുകയാണ്. വെളിപാടിൻ്റെ ഉള്ളടക്കം, ക്രിസ്തീയ വെളിപാടിൻ്റെ ഉള്ളടക്കം, നമ്മൾ ഈ വിശ്വസിക്കുന്നതിൻ്റെ കഴമ്പെന്താണ്? അതിന് പ്രധാനമായി 3 കാര്യങ്ങളാണ്. അതായത് മുഴുവൻ ദൈവിക പദ്ധതിയെക്കുറിച്ചും. നമ്പർ 1, എന്താണ് മുഴുവൻ ദൈവിക പദ്ധതി? വിശ്വാസത്തിൻ്റെ ദൈവിക പദ്ധതി ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. 1, മുഴുവൻ ദൈവിക പദ്ധതിയെക്കുറിച്ചും. 2, വിശ്വാസ രഹസ്യങ്ങളെക്കുറിച്ചും. അതാണ് വിശ്വാസ രഹസ്യങ്ങൾ. അതായത് ഡോഗ്മ, വിശ്വാസത്തിൻ്റെ രഹസ്യങ്ങൾ നമ്മൾ സാധാരണഗതിയിൽ മനസ്സിലാകില്ല. എന്നാൽ സഭയുടെ പ്രബോധന അധികാരം നമുക്ക് പരിശുദ്ധാത്മാവിലൂടെ നൽകിയിരിക്കുന്ന നമ്മൾ ദൃഢമായി സ്വീകരിക്കേണ്ട, യാതൊരു സംശയമില്ലാതെ, ഒരു യുക്തിയും കൂടാതെ അല്ലെങ്കിൽ ഒരു ചോദ്യം കൂടാതെ എന്നാൽ യുക്തിയിൽ മനസ്സിലാക്കേണ്ട വിശ്വാസ രഹസ്യങ്ങളെക്കുറിച്ചും. 2, 3, പ്രസ്തുത രഹസ്യങ്ങൾക്ക് പരസ്പരം, അതിന് പരസ്പര ബന്ധമുണ്ട്, പരസ്പരവും. ഓക്കെ, 3 അതെടുക്കാം. ഈ രഹസ്യങ്ങൾ പരസ്പരം, ഉദാഹരണത്തിന് ത്രിത്വത്തിൻ്റെ രഹസ്യം, ആ ത്രിത്വത്തിൻ്റെ രഹസ്യത്തിൽ തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള രഹസ്യം, പിതാവിനെ കുറിച്ചുള്ള രഹസ്യം, പുത്രനെ കുറിച്ചുള്ള രഹസ്യം. എന്നാൽ ഈ പുത്രനെ കുറിച്ചുള്ള രഹസ്യവും പിതാവിനെ കുറിച്ചുള്ള രഹസ്യവും പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള രഹസ്യം പഠിക്കണമെങ്കിൽ ത്രിത്വത്തെക്കുറിച്ചുള്ള രഹസ്യം പഠിക്കണം. അപ്പോൾ അതാണ് ഈ രഹസ്യങ്ങൾ തമ്മിൽ പരസ്പര ബന്ധം. അതാണ് ഈ രഹസ്യങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധവും. ഇപ്പോൾ 3. 4, ആവിഷ്കൃത സത്യത്തിൻ്റെ കേന്ദ്രമായ മിശിഹായോടുള്ള ബന്ധത്തെക്കുറിച്ചും. അപ്പോൾ ഈ ആവിഷ്കൃത സത്യത്തിൻ്റെ കേന്ദ്രമായ മിശിഹായോടുള്ള ബന്ധം, അതാണ് വലിയ രഹസ്യം. അപ്പോൾ ഈ 4 കാര്യങ്ങൾ കുറിച്ചുള്ള സജീവ ബോധ്യത്തിലേക്ക്, സജീവം ഒരുപാട് പ്രാവശ്യം പറയുന്നത് സജീവം, അതായത് ദൈവിക ജീവൻ, ദൈവിക പ്രസാദവരത്തിലൂടെ ഉള്ളൊരു കാര്യമാണ്. അത് സജീവ ബന്ധം എന്ന് പറഞ്ഞാൽ അത് നിത്യമായി നിലനിൽക്കുന്ന ഒന്നാണ്, അതിന് അവസാനമില്ല. അത് നമ്മളെ ദൈവത്തിൻ്റെ നിത്യതയിലേക്ക് പങ്കുചേർത്തിരിക്കുന്നു. ബന്ധത്തിലേക്ക് ഹൃദയ നേത്രങ്ങളെ തുറക്കുന്നു, നമ്മുടെ ആന്തരിക നേത്രങ്ങളെ തുറക്കുന്നു. അടുത്ത സെൻറ്റൻസിൽ പോകുന്നതിന് മുമ്പ് ഇപ്പോൾ എന്താണ് ഈ 3-4 കാര്യങ്ങളെ പെട്ടെന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ. മുഴുവൻ ദൈവിക പദ്ധതിയെക്കുറിച്ച് ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഞാനത് പറയുമ്പോൾ തന്നെ എൻ്റെ അകത്തേക്ക് വന്നത് നമ്മുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ ആമുഖത്തിൽ ആദ്യത്തെ പാരഗ്രാഫ് തന്നെ എന്താ പറയണത്? പിതാവേ, ഏകസത്യദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ഇനി തുടർന്ന് എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നും
സത്യജ്ഞാനത്തിലേക്ക് വരണമെന്നും നമ്മുടെ രക്ഷകനായ ദൈവം ആഗ്രഹിക്കുന്നു. കണ്ടോ, അതാണ് മുഴുവൻ രക്ഷാകര പദ്ധതി, മുഴുവൻ രക്ഷാകര പദ്ധതി, മുഴുവൻ ദൈവിക പദ്ധതി. വിശ്വാസ രഹസ്യങ്ങളെക്കുറിച്ചും പ്രസ്തുത രഹസ്യങ്ങൾക്ക് പരസ്പരം, എന്നിട്ട് തുടർന്ന് പറയുകയാണ്, ആവിഷ്കൃത സത്യവുമായിട്ടുള്ള ബന്ധം എന്താണ്? അവിടെ തന്നെ പറയുകയാണ് നമുക്ക് രക്ഷ പ്രാപിക്കുവാനായി യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവും മനുഷ്യരുടെ ഇടയിൽ ആകാശത്തിന് കീഴിൽ നൽകപ്പെട്ടിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം, പ്രത്യേകിച്ച് കേരളീയരായ നമ്മൾക്ക് മനസ്സിലാക്കാം, കേരളത്തിൽ എന്തോരം ജാതികളുണ്ട്, എന്തെല്ലാം മതങ്ങളുണ്ട്. എന്നാൽ നമ്മൾക്ക് യുക്തിയിലൂടെ ഇത് ബോധ്യമാകണം. അവർ ഏതെല്ലാം ജാതി മതസ്ഥരായാലും അവരെ രക്ഷിക്കാനുള്ള രക്ഷ യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ് എന്ന് മനസ്സിലാക്കണം. യുക്തിയിലൂടെ മനസ്സിലാക്കണം. വിശ്വാസം യുക്തി അന്വേഷിക്കും. എന്തുകൊണ്ടാ പെട്ടെന്നൊന്ന് പറയാട്ടോ, എളുപ്പം മനസ്സിലാവുന്നൊരു കാര്യം പറയാം. ഈ എല്ലാ ജാതി മതസ്ഥരും യേശു ക്രിസ്തുവിലൂടെ തന്നെ രക്ഷ പ്രാപിക്കും എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? യുക്തിയിലൂടെ. ഒറ്റ വചനം എടുത്താൽ മതി. യോഹന്നാൻ 1:1-2. യോഹന്നാൻ 1-ാം അധ്യായത്തിൽ 1-2 വചനം പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമായിട്ട് മനസ്സിലാക്കരുത്. ശബ്ദം, ദൈവത്തിൻ്റെ ആ ശബ്ദം. അതിന് 2-ാമത്തെ വചനം പറയുന്നത് അവൻ. കണ്ടോ, വചനം ഇപ്പം ആരാണ്? അവൻ ആരാണ്? അവൻ ദൈവത്തോടു കൂടെയായിരുന്നു. അവൻ ദൈവത്തോടു കൂടെയായിരുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് വിശ്വസിക്കുന്നുവോ? ദൈവത്തിൻ്റെ വചനം നുണ പറയുമോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കേട്ടു, അസത്യം പറയാൻ സാധിക്കാത്ത ദൈവം. ദൈവത്തിൻ്റെ വചനം സത്യമാണ്. യുക്തി സത്യമാണോ? സത്യമാണ്. ആ സത്യമായ വചനം പറയുകയാണ്, സമസ്തവും അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളും മുസ്ലിംകളും ബുദ്ധി മതക്കാരും ജൈൻ മതക്കാരും പഞ്ചാബികളും സൗരാഷ്ട്രീയരും ഈ ലോകത്തിലുള്ള സകല ജാതി മതസ്ഥരും ആരിലൂടെ സൃഷ്ടിക്കപ്പെട്ടു? ഈ ആദിയിലുണ്ടായ ആ വചനത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ സൃഷ്ടി മുതൽ തന്നെ ഈ എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ക്രിസ്തുവാകുന്ന വചനമുണ്ടോ ഇല്ലയോ? പറയും. ഈ വചനത്തിൻ്റെ ഉള്ളടക്കത്തിൽ നിന്ന് പറയും. ഇതാണ് യുക്തി. അതെങ്ങനെയാ എല്ലാ ജാതി മതസ്ഥരും യേശുക്രിസ്തുവിലൂടെ രക്ഷിക്കപ്പെടുന്നത്? അവർക്ക് അവരവരുടെ മതങ്ങളുണ്ട്, അവരവരുടെ വിശ്വാസമുണ്ട്. പക്ഷേ നമ്മൾ വിശ്വാസവും യുക്തിയിലൂടെ ഈ ദൈവാവിഷ്കരണം മനസ്സിലാക്കണം. നമ്മൾ വിശ്വസിക്കുന്നതും സത്യമായതും ഇതാണ്. ഈ പ്രപഞ്ചം മുഴുവനും ദൈവത്തിൻ്റെ വചനത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ടു എന്നും എല്ലാ സമസ്തരും ദൈവമാകുന്ന യേശുക്രിസ്തുവാകുന്ന വചനത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ടുവെന്നും ആ യേശുക്രിസ്തു. അപ്പോൾ അത് പ്രത്യേകം നമുക്ക് വളരെ എളുപ്പമാണ്. നമ്മുടെ കൂടെയുള്ള മാനുവലും കണ്ണനും ഇവരെല്ലാം നമ്മുടെ കൂടെ തന്നെ ഉള്ളവർ നോക്കിയാൽ മതി. അവരെല്ലാം ആദ്യം വിചാരിക്കുന്നത് ഈ യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമാണെന്നാണ്. പക്ഷെ പിന്നെയല്ലേ മനസ്സിലായത് യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. യേശുക്രിസ്തു ജനിച്ചപ്പോഴും മരിച്ചപ്പോഴും ക്രിസ്ത്യാനി ഉണ്ടായിരുന്നില്ല. എല്ലാ ജാതി മതസ്ഥർക്കും വേണ്ടിയാണ് യേശുക്രിസ്തു ജനിച്ചതും ജീവിച്ചതും മരിച്ചതും രക്ഷാകര പദ്ധതി കൊണ്ടുവന്നത്.
അപ്പോൾ ഇത് വിശ്വസിക്കുന്നുവോ? കണ്ടോ, കൊളോസോസ് 1:27 പറയുന്നു, ഈ രഹസ്യത്തിൻ്റെ മഹത്വം വിജാതീയരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കുവാൻ അവിടെ നിന്ന് തീരുമാനിച്ചു. വിജാതീയരുടെ ഇടയിൽ. ഇത് യഹൂദരാന്ന് വിചാരിച്ചിരുന്നത് അവർക്ക് വേണ്ടിയാണെന്നോ? പിന്നീടാണ് മനസ്സിലായത് യഹൂദരെ പറയുന്നു അവർക്ക് വേണ്ടിയാണ്. പത്രോസ് ആദ്യത്തെ മാർപ്പാപ്പ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു താലത്തിൽ വന്യമൃഗങ്ങളെ കൊടുക്കാൻ, നീ ഇതിനെ വെട്ടി ഭക്ഷിക്കുകയല്ലോ. ഞാനിതൊന്നും ഭക്ഷിക്കൊന്നുമില്ല, ഞാൻ വിശുദ്ധമായത് മാത്രമേ ഭക്ഷിക്കുകയുള്ളൂ. അപ്പോഴാണ് കർത്താവ് പറയുന്നത്, ഞാൻ ശുദ്ധീകരിച്ചതിന് നീ അശുദ്ധമെന്ന് പറയണത് എന്തുകൊണ്ടാണ്? അതെന്താ ഈ പറയണതിൻ്റെ അർത്ഥമെന്ന് ചിന്തിച്ചിരിക്കേ പരിശുദ്ധാത്മാവ് പറയുകയാണ്, എല്ലാ ജാതി മതസ്ഥർക്കും വേണ്ടിയാണ് ഈ രക്ഷ. ഇതാ താഴെ 2 ആൾക്കാർ വന്ന് നിൽക്കുന്നു, നീ അവരുടെ കൂടെ കൊർന്നേലിയോസിൻ്റെ വീട്ടിലേക്ക് പോകൂ. കൊർന്നേലിയോസ്, വിജാതീയനായ കൊർന്നേലിയോസിൻ്റെ വീട്ടിലേക്ക് പോകൂ. അവിടെ നിന്ന് ആളയച്ചിരിക്കുകയാണ്. അവർ വന്ന് പറഞ്ഞു, ഞങ്ങളുടെ ഇങ്ങനെ കൊർന്നേലിയോസ് നോട് ദൈവാത്മാവ് പറഞ്ഞു നിങ്ങളുടെ അടുത്തേക്ക് ആളയക്കാൻ, അവിടെ വന്ന് ഞങ്ങളോട് കാര്യങ്ങൾ പറയാൻ. അപ്പോൾ ഈ കണ്ട ദർശനവും അതും തമ്മിൽ കണ്ടോ, ഈ സഭയിൽ എന്തോ ഒരു വലിയ ഒരു വഴിത്തിരിവാണ് ഉണ്ടാക്കിയത് ആ സംഭവം. ഇപ്പോൾ മാർപ്പാപ്പ ആയ പത്രോസ് പോകാണ്ട് അവിടെ ഇരിക്കാൻ പറ്റുമോ? പരിശുദ്ധാത്മാവ് തന്നെയാണ് പറയണത്, നീ അങ്ങോട്ട് ചെല്ല്. ഈ രക്ഷ അവർക്ക് കൂടി വേണ്ടിയുള്ളതാണ്, നീ അതിനെ പിടിച്ചു നിർത്തരുത്. അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ പത്രോസ് കൊർന്നേലിയോസ് പറഞ്ഞതെല്ലാം കേട്ടിട്ടൊക്കെ അന്തം വിട്ടു. കൊർന്നേലിയോസ്, ഒരു ജ്ഞാനസ്നാനം പോലും സ്വീകരിക്കാത്ത കൊർന്നേലിയോസിനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു എന്ന്. അപ്പോൾ കൊർന്നേലിയോസ് ഇതെല്ലാം കേട്ടിട്ട് അവിടെ ആൾക്കാരെ വിളിച്ചു കൂട്ടി. പത്രോസ് പറയണത് കേക്ക്. പത്രോസ് ക്രിസ്തു രഹസ്യം പറഞ്ഞുകൊണ്ടിരിക്കെ കേട്ടിരുന്ന ആൾക്കാരെല്ലാം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ കൊണ്ട് നിറഞ്ഞു. ഇപ്പം ഇനി എന്ത് ചെയ്യും ദൈവമേ? പത്രോസിൻ്റെ കൂടെ വന്ന യഹൂദരാകെ ആശ്ചര്യപ്പെട്ടോ, ഇവരും നമ്മളെപ്പോലെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അവർ ജ്ഞാനസ്നാനം പോലും സ്വീകരിച്ചിട്ടില്ലല്ലോ. അപ്പം ഇതാണ് നമ്മുടെ കൂടെ തന്നെയുള്ള ഒരുപാട് പേർക്കുണ്ടായ അനുഭവങ്ങൾ. ഹിന്ദുക്കളായവരും മുസ്ലിങ്ങളായവരും അവരെല്ലാം യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കിയപ്പോൾ, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിലേക്ക് വന്നപ്പോൾ അവർ മനസ്സിലായി യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല, ഞങ്ങൾക്കും കൂടി ഉള്ളതാണ്. അപ്പം ഇതാണ് ദൈവാവിഷ്കരണത്തിൻ്റെ. പെട്ടെന്ന് ഞാനിങ്ങനെ പറഞ്ഞു, അത് ഇനി ഇതൊന്ന് വായിച്ചു നോക്കിക്കോ. ഇപ്പം കേട്ടതിൽ നിന്ന് ഇത് കൃത്യമാണോ ഇല്ലയോ? ഉള്ളടക്കത്തെക്കുറിച്ച്, വെളിപാടിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള സജീവമായ ബോധ്യത്തിലേക്ക്, അതായത് മുഴുവൻ ദൈവിക പദ്ധതിയെക്കുറിച്ചും. മനസ്സിലായോ? എന്താ മുഴുവൻ ദൈവ പദ്ധതി? എല്ലാവരും രക്ഷിക്കപ്പെടണം, ജ്ഞാനത്തിൻ്റെ അറിവിലേക്ക് വരണം. ഇന്ന് ദൈവം ആഗ്രഹിക്കുന്നു, അതാണ് ദൈവിക പദ്ധതി. ഇനി അതിനുവേണ്ടി ആരയച്ചിരിക്കുന്നു? ആകാശത്തിന് കീഴെ വേറെ ഒരാളിലൂടെയും ഇല്ല, ഇത് യേശു ക്രിസ്തുവിലൂടെ. അതാണ് ദൈവാവിഷ്കൃത സത്യത്തിൻ്റെ കേന്ദ്രമായ മിശിഹായോടുള്ള ബന്ധം. ആ മിശിഹായിലൂടെയാണ് എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടുന്നത്. വിശ്വാസ രഹസ്യങ്ങളെക്കുറിച്ചും പ്രസ്തുത രഹസ്യങ്ങൾക്ക് പരസ്പരമുള്ള ബന്ധത്തെക്കുറിച്ചും ഉള്ള സജീവ ബോധ്യത്തിലേക്ക് ഹൃദയ നേത്രങ്ങൾ തുറക്കുന്നു. ഇത്ര വരെ ആയുള്ളൂ. ഇതിൻ്റെ ബാക്കി ഭാഗം ഒന്ന് വായിച്ചിട്ട് നമുക്ക് ഈ കേട്ട കാര്യങ്ങൾ നമ്മളിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ മാറണം, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ദൈവാവിഷ്കരണത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ ആഴം ഉപരി വർദ്ധിപ്പിക്കുന്നതിന് പരിശുദ്ധാത്മാവ് തൻ്റെ ദാനങ്ങൾ വർഷിച്ചുകൊണ്ട്, കണ്ടോ, അതാണ് പത്രോസ്ലീഹായോട് പരിശുദ്ധാത്മാവ് ദർശനവരത്തിലൂടെ പറയുകയാണ്, ഇതൊക്കെ തിന്നാൻ. പറയാൻ ഞാനൊന്നും തിന്നൂല. ഞാൻ വിശുദ്ധീകരിച്ചതിന് നീ എന്തുകൊണ്ട് അശുദ്ധമാണെന്ന് പറയണു? കണ്ടോ, അവിടെ പറയണുണ്ടോ? അശുദ്ധമായെന്ന് വിളിക്കരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നുണ്ട്.
എന്നാൽ ഒരു മനുഷ്യനെയും ഹീനജാതിക്കാരനെന്നോ, ഒരു മനുഷ്യനെയും, കേട്ടോ, അപ്പോസ്തല പ്രവർത്തനം 10:28, എന്നാൽ ഒരു മനുഷ്യനെയും ഹീനജാതിക്കാരനെന്നോ അശുദ്ധനെന്നോ വിളിക്കരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ദൈവം എനിക്ക് എങ്ങനെ കാണിച്ചു തന്നു? പരിശുദ്ധാത്മാവിലൂടെ. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, കേട്ടോ. ദൈവാവിഷ്കരണത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ ആഴം. അപ്പോൾ ഇതാണ് ദൈവാവിഷ്കരണത്തെക്കുറിച്ചുള്ള അറിവ്. ജ്ഞാനത്തിൻ്റെ ആഴം ഉപരി വർദ്ധിപ്പിക്കുന്നതിന് പരിശുദ്ധാത്മാവ് തൻ്റെ ദാനങ്ങൾ വർഷിച്ചുകൊണ്ട് വിശ്വാസത്തെ നിരന്തരം പൂർണ്ണമാക്കുന്നു. പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മൾ അപ്പസ്തോല പ്രവർത്തനം മുഴുവനും ഒരിരുത്തി ഒന്ന് വായിച്ചോ. ഈ നൊയമ്പ് കാലത്ത് അങ്ങനെ ഒന്ന് ചിന്തിക്കുക. നമ്മളിപ്പോൾ ഏത് കാലഘട്ടത്തിലാണ്? നമ്മൾ അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ കാലഘട്ടത്തിലാണ്. പരിശുദ്ധാത്മാവിലുള്ള ജീവിതത്തിൻ്റെ കാലഘട്ടത്തിലാണ്. പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നൽകിയ വെളിപ്പെടുത്തലുകൾ അതിനകത്തുണ്ട്. വിശ്വാസത്തെ നിരന്തരം പൂർണ്ണമാക്കുന്നു. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നു, വിശ്വസിക്കാൻ വേണ്ടി ഗ്രഹിക്കുക, ഗ്രഹിക്കാൻ വേണ്ടി വിശ്വസിക്കുക.